ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ വീട്ടിലാണ്. മാത്രമല്ല ഹോസ്പിറ്റലിലെ വാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഇങ്ങനെ മാറി നിന്നിട്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അതുപോലെ തന്നെ വെളിയിലോട്ട് നോക്കി ഒരു കട്ടനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചൂടില്ലാതെ കിടന്ന് ഉറങ്ങാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അയ്യപ്പയാണെങ്കിൽ ഉണർന്നിട്ടേ ഇല്ലായിരുന്നു. ഞാൻ താമസിച്ചായിരുന്നു എഴുന്നേറ്റത്. ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ചായ ഇടുന്നു. രാവിലെ കാപ്പിക്ക് ഇലയപ്പയാണ്. പിന്നെ കുറച്ച് നേരം വന്ന് ഹാളിലൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴും നമ്മുടെ കൊച്ചിയർക്കൻ ഉണർന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളെ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ച് അയാളുടെ കൂടെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാളിങ്ങനെ കൈയും കാലും ഒക്കെ ഇടാനൊക്കെ ഒരു ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി കളിച്ചപ്പോഴത്തേക്കിനും പിന്നെ അയാൾ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അയാൾക്ക് കരച്ചിൽ വന്നു. അപ്പോഴത്തേക്കിനും ഞാൻ എഴുന്നേറ്റ് സമാധാനിപ്പിച്ച് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള കാപ്പിയൊക്കെ റെഡി ആയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ മുടിയൊക്കെ ഈരിക്കെട്ടി നല്ലെല്ലാം വൃത്തിയായി. വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മയുടെ നൈറ്റി ഇടുന്നവരുണ്ടോ, അതൊരു പ്രത്യേക സ്വന്തം തന്നെയാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ അമ്മയുടെ നൈറ്റി ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ മുടിയൊക്കെ എല്ലാം ഈരി വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ അയ്യപ്പായി വന്നിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് ടി വി ഇട്ടിട്ട് കാർട്ടൂൺ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇലയപ്പമൊക്കെ റെഡി ആയിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. ഞാനും ചേട്ടനും കുഞ്ഞും ഫസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പിന്നാണ് കഴിച്ചത്. പിന്നാണെങ്കിൽ അച്ഛൻ ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു. ശർക്കരയും തേങ്ങയും വെച്ച ഇലയപ്പം, പഞ്ചസാരയും തേങ്ങയും വെച്ച ഇലയപ്പം, അങ്ങനെ രണ്ട് രീതിക്കുള്ള ഇലയപ്പമൊക്കെ ആയിരുന്നു. അങ്ങനെ കാപ്പിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ടി വി കണ്ടിരുന്നപ്പോഴേക്കും അയ്യപ്പ മൂശാട്ടായിട്ടുണ്ട്. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ നിർബന്ധമായിരുന്നു. അപ്പോൾ അയാളെ കൊണ്ട് ചേട്ടനാണെങ്കിൽ ബേക്കറിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അവർ രണ്ടുപേരുടെ ബേക്കറിലൊക്കെ പോയിട്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് വന്നത്. അപ്പോൾ അയാൾക്കാണെങ്കിൽ വണ്ടിയെ പോകുന്നതിൻ്റെ ഭയങ്കര ഗമയിലിരിക്കുകയാണ് അയാൾ. എനിക്ക് ടാറ്റ ഒന്നും തരുന്നില്ല. ഒരു ടാറ്റ തരാൻ പറഞ്ഞപ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര ഗമയൊക്കെ ആയിരുന്നു. അങ്ങനെ അയാൾ ഗമ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ കടയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഒരുങ്ങണമായിരുന്നു. അന്ന് ചെട്ടുളങ്ങര അമ്പലത്തിൽ ഫർണികൂടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടാണ് പോയത് ഒരുങ്ങി നിൽക്കും, നമുക്ക് വരുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോകാമെന്ന്. പിന്നെ തിരിച്ച് വന്നിട്ട് ചേട്ടനും കുഞ്ഞും ഒരുങ്ങിയിട്ട് ഞങ്ങൾ മൂന്നുപേരുമായിട്ട് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഡെലിവറി കഴിഞ്ഞ് നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാനും തൊടാനും ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ അവിടെ പോയി കുഞ്ഞിനെ എല്ലാം ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ പോകാനായിട്ട് ഇറങ്ങി. അയാളാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴേ വീഡിയോ എടുക്കുന്നതിനാണെങ്കിൽ കള്ളോറക്കം ഉറങ്ങി കാണിക്കണം. പിന്നെ പോകുന്ന വഴിക്കാണ് ചേട്ടൻ ATM കയറിയിട്ടുണ്ടായിരുന്നു പൈസ എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് ഞാനും അയ്യപ്പയും വെളിയിൽ നിന്ന് ചേട്ടൻ ATMിലേക്ക് പോയി പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിലോട്ട് എടുക്കുന്ന വഴിയൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് തന്നെ വണ്ടികൾ കൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്കുള്ള റെയിൽവേ ക്രോസ് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ക്രോസ് തുറന്നപ്പോഴത്തേക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികളൊക്കെ കണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ വെയിലും കൊണ്ട് ക്രോസിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കിനും ക്രോസൊക്കെ തുറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെയോ ആ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലോട്ട് ചെന്നപ്പോഴാണെങ്കിൽ അമ്പലത്തിലും അതിൽ കൂടുതൽ ആളുണ്ടായിരുന്നു. നല്ല വെയിലും നല്ല തിരക്കും നല്ല ആവിയൊക്കെ ആയിരുന്നു അമ്പലത്തിലോട്ട് ചെല്ലുന്ന വഴിക്ക്. അപ്പോൾ അമ്പലത്തിലോട്ട് തൊഴാൻ പോകാനും തൊഴുതിട്ട് വരുന്നതായിട്ട് ഒത്തിരി ആളുകളും കച്ചവടക്കാരും എല്ലാവരും വെയിലായതുകൊണ്ട് തലയിൽ തുണിയും പിന്നെ വിശറിയോട്ട് വീശിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുത്തിയോട്ടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ടൊന്നും നമ്മൾ നിന്നില്ല. നമുക്ക് ബാലായിനുള്ളതുകൊണ്ട് അടുത്തോട്ടൊന്നും പോയില്ല. അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് തൊഴുതിട്ട് പിന്നെ കച്ചവടം കാണാനായിട്ടൊക്കെ വന്നു. അയ്യപ്പായ്ക്കാണെങ്കിൽ ആദ്യമേ തന്നെ 2 വണ്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അയാളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കൊഞ്ചും മാങ്ങയും വാങ്ങണമായിരുന്നു. നമ്മളത് കയ്യോടെ തന്നെ മറക്കാതെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കച്ചവടം എല്ലാം കണ്ടിട്ട് വന്നിട്ട് ബജ്ജി, എനിക്കാണെങ്കിൽ കോളിഫ്ലവറിൻ്റെ ബജ്ജിയും ചേട്ടന് മുളക് ബജ്ജിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയ്യപ്പായ്ക്ക് ഐസ്ക്രീമിനാണ് അയ്യപ്പായി പിടിക്കുന്നത്. പിന്നെ അയാൾക്ക് ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടാലും തീരാത്ത അത്രയും കച്ചവടങ്ങളും ഭയങ്കര തിരക്കും ആളും ബഹളവും ഒക്കെ ആയിരുന്നു. അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഒത്തിരി കച്ചവടങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഈ ചന്ദനത്തിരിയുടെ കൂട്ടത്തിൽ കുന്തിരിക്കം കുഴയ്ക്കുന്ന ആ ചെപ്പും കുന്തിരിക്കവും പിന്നെ ഒരു ഒത്തിരി മസാലകളും പിന്നെ അതിൽ തുണികൾ, കളിപ്പാട്ടങ്ങൾ, പിന്നെ ഓരോ തൈലങ്ങൾ, അങ്ങനെ ഒത്തിരി പലവകകൾ, പിന്നെ പഴയ പാത്രങ്ങൾ, ചെട്ടുളങ്ങര ചന്ത വിത്തുകൾ, കോടാലി, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴി കൈതവടക്ക് അതിൽ തേരിനെയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നേരെ വന്നിട്ട് കൊഞ്ച് മാങ്ങ റെഡിയാക്കാനായിട്ട് അപ്പോഴത്തേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് വേണ്ടി തേങ്ങയൊക്കെ തിരുമിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ട് കൊഞ്ച് വൃത്തിയാക്കിയിട്ട് അതിലോട്ടാണ് മാങ്ങ, നമ്മൾ വാങ്ങിച്ച മാങ്ങയും തൊലിയൊക്കെ ചെത്തിയിട്ട് അതുകൂടി ഇട്ട് കൊഞ്ചും മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അടുപ്പിച്ച് 2 കൊല്ലമായിട്ട് ചെട്ടുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് അവിടെ പോയിട്ട് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെട്ടുളങ്ങരമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, നല്ല ഐതിഹ്യമായിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം വെച്ച് ചോറൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞാൻ സൈത്രച്ചി പിള്ളേരും ചേട്ടനും കൂടി ചെട്ടുളങ്ങര അമ്പലത്തിൽ ഉത്സവം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും തേരുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് വരുന്നതേ ഉള്ളായിരുന്നു. കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ കണ്ട് പിന്നെ ഭയങ്കര തിരക്കായപ്പോഴത്തേക്കിനും കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചിങ്ങ് പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ.